ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ കുറേ ജ്വല്ലറി ഐറ്റംസ് എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ജ്വല്ലറി ഐറ്റംസ് എത്താനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടില്ല. അതിന് മുന്നേ തന്നെ എനിക്ക് കിട്ടിയപ്പോൾ തന്നെ എനിക്കതൊന്ന് ഉണ്ടാക്കി കാണിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു നെക്ലേസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ചരട് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ നെക്ലേസ് ഉണ്ടാക്കിയിട്ട് അത് ചരടിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യണ ഒരു സംഭവം. അപ്പം അത് പലർക്കും അറിയില്ല ചരട് എന്തിനാണ് യൂസ് ചെയ്യണത് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഗ്ലാസ് ബീഡ്സും എടുത്തിട്ടുണ്ട്. അതുപോലെ ഓറഞ്ച് സാധാ ബീഡ്സും ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് സൂചിയും നൂലും. അത് നമ്മൾ മുറിയാത്ത ഒരു തരം പെട്ടെന്ന് പൊട്ടിപ്പോവാത്തൊരു നൂലെടുക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ സാധാ നൂല് ആണ് എടുത്തിട്ടുള്ളത്. അത് 2 മടക്കാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കതുപോലെ 2 സൂചിയും ഇതിന് അത്യാവശ്യമാണ്. എൻ്റെ കയ്യിൽ ഒരു സൂചിയാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ അറ്റത്തും സൂചി ഇടുക, ആ അറ്റത്തും സൂചി ഇടുക. അപ്പോൾ ഈ അറ്റത്ത് സൂചി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് നൂലിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കോർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് 2 ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുക്കുക. 2 ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അറ്റത്തുള്ള നൂലിൽ കൂടെ 2 ഓറഞ്ച് കളർ ബീഡ്സും മറ്റേ അറ്റത്ത് കൂടെ 3 ഓറഞ്ച് ബീഡ്സുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഒരു സൈഡിലേക്കായിട്ട് പോയി, അതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ചിട്ട് പറഞ്ഞു തരുന്നത്. നമുക്ക് ആകെ അങ്ങനെ 2 ഗ്ലാസ് ബീഡ്സും ഓറഞ്ച് കളറിൻ്റെ 5 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അതിൽ ഒരറ്റത്ത് 3 എണ്ണമാണെങ്കിൽ ഈ ഇപ്പുറത്തെ നൂലിൻ്റെ മുകളിൽ കൂടി 2 എണ്ണം, അങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. വീഡിയോ എടുക്കുമ്പോൾ അതൊരു സൈഡിലേക്കായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ചിട്ട് നല്ലതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ 3 എണ്ണം, മറ്റേ സൈഡിൽ കൂടെ നമ്മൾ 2 എണ്ണം വെച്ചിട്ട് കോർക്കുക. 2 അറ്റത്തും ഓരോ സൂചി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് നമുക്ക് കോർക്കാൻ പറ്റും. സൂചി ഇല്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് കോർക്കാൻ പറ്റാത്തത്. ഇനി എന്ത് ചെയ്യുക, 3 എണ്ണം ഇട്ട ഒരു ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മറ്റേ സൂചിയുടെ അറ്റം ഇതേപോലെ വീഡിയോസിൽ കാണുന്ന പോലെ അങ്ങനെ കടത്തി കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോഴാണ് ശരിക്കും ഇങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് വരിക. അത് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഭാഗത്ത് കൂടെ ഒരു ഗ്ലാസ് ബീഡ് ഇട്ടെടുക്കുക. അതുപോലെ തന്നെ മറ്റേ ഭാഗത്തു കൂടെ ഒരു ഗ്ലാസ് ബീഡ് ഇട്ടെടുക്കുക. അങ്ങനെ 2 ഗ്ലാസ് ബീഡ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 3 ഓറഞ്ച് ബീഡ് ഇതിൽ കൂടെ 2 ഓറഞ്ച് ബീഡ് അതിൽ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടി വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ. എന്നാലാണ് നമ്മൾ ആ വിചാരിച്ചൊരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 5ാമത് ഒരു ബീഡ്സ് ഇടുമല്ലോ, ആ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും നമ്മൾ സൂചി ഇട്ടിട്ട് ശരിയാക്കി എടുക്കുക. വീഡിയോസിൽ ചെയ്യണ പോലെ ചെയ്ത് നോക്കിയാൽ മതി. നല്ല വിശദീകരിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അന്ന് കാറ്റലോഗ് കണ്ടപ്പോൾ അതിൽ ചരടിൻ്റെ പിക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വാട്സപ്പിൽ പേഴ്സണൽ മെസ്സേജായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകാരമാവൂലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോസായിട്ട് വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാതും പണിയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്തിരുന്നാൽ നമ്മളൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. കണ്ടപ്പോൾ വീഡിയോസിൽ ചെയ്യണ പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ അതേപോലെ നമ്മളെല്ലാതും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതിങ്ങനെ ചെയ്യണത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കണില്ല. ചിലപ്പോൾ ഞാൻ എല്ലാതും ഇങ്ങനെ സ്പീഡാക്കിയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഒരുപാട് അതിങ്ങനെ കാണിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവും ചെയ്യും. പിന്നെ കാണുന്നവർക്കത് ബോറടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിന് സ്പീഡാക്കിയിട്ട് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് അത് എത്തുമ്പോഴത്തേനും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, കുളത്തിടണം. 2 അറ്റത്തും കുളത്തിട്ടാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ചരട് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ എല്ലാതും ഫുള്ളായിട്ട് അങ്ങനെ ഒരു ചങ്ങല ടൈപ്പിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കെട്ടിടണം. കെട്ടിട്ടാലാണ് നമുക്ക് നന്നായി മുറുകിയിട്ട് കെടുക്കുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ കുളത്തുണ്ടാവുമല്ലോ, കുളത്ത് ഈ അറ്റത്തും ഒരു കുളത്തിടുക, ആ അറ്റത്തും ഒരു കുളത്തിടുക. അതിട്ട് കഴിഞ്ഞിട്ട് ആ കുളത്തിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചരട് അറ്റാച്ച് ചെയ്യാൻ. വീഡിയോയിൽ കാട്ടുന്ന അതേപോലെ ചെയ്താൽ മതി. കുളത്തിൻ്റെ ഉള്ളിൽ ഈ അറ്റവും അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ ഭാഗം മറ്റേ കുളത്തിൻ്റെ ഉള്ളിലും അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബീഡ്സ് അതുപോലെ തന്നെ ഇതിൻ്റെ ചരട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ജ്വല്ലറി ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ കരിമണിമാലയുടെ സെറ്റൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല, കുറച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. അത് വന്നപാടെ തീർന്ന്. അപ്പോൾ വീണ്ടും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതാണ്.